എടാ മോനെ ശുക്കൂറേ, ശുക്കൂറേ ഇവിടെ വാടാ. മാഷ് എന്തൊക്കെ കംപ്ലൈന്റ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? എന്നെ പറ്റിനാ? എന്ത് കംപ്ലൈന്റ് എന്നാ? എടാ പഠിക്കുന്ന കുട്ടികളിൽ ഒട്ടും വൃത്തിയില്ലാത്തവനാ നീ എന്ന് പറയുന്നത്. നിന്റെ പാഠപുസ്തകമൊക്കെ കുത്തഴിഞ്ഞു കിടക്കാനാണ് മാഷ് നമ്മളോട് പറഞ്ഞത്. പാഠപുസ്തകം കുത്തഴിഞ്ഞാൽ ഏറ്റവും വലിയ കംപ്ലൈന്റ് അല്ലേ? ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മൊത്തത്തിൽ കുത്തഴിഞ്ഞ് കിടക്കുന്ന വാപ്പയ്ക്കും മാഷിക്കും ഒരു കംപ്ലൈന്റും ഇല്ല. അതായത് നീ 4ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? നീ ആണല്ലോ. എടാ ഒരു 4 അക്ഷരം ഇന്ന് വരെ കൂട്ടി വായിക്കാൻ നിനക്കറിയാം? ഞാൻ കൂട്ടി വായിക്കില്ല, കുറച്ചും വായിക്കില്ല. വാപ്പച്ചൊരായിരുന്നല്ല, ഉള്ളത് മാത്രമേ വായിക്കുള്ളൂ. 4 എന്ന് പറഞ്ഞാൽ 40 എന്ന് പറഞ്ഞ സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. നീ ഒന്നും പറയണ്ട. എന്റെ മാഷിനോട് നമ്മൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. മാഷ് ഇപ്പൊ എന്തായാലും എത്തും. നിന്റെ മുന്നിൽ വെച്ച് കുറച്ച് കാര്യം നമ്മൾ പറഞ്ഞില്ലേ? മാഷ് എത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കണ്ടിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മള് വിളിച്ചിട്ടാണല്ലോ മാഷ് വന്നത്. അപ്പൊ മാഷ് വന്നാലും സന്തോഷമുണ്ട്. നമ്മുടെ മുമ്പിൽ വെച്ചാകുമ്പോ അവന് ഇച്ചിരി പേടിയും ഭയമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇവനൊരക്ഷരം പഠിക്കില്ല. അത് ഞമ്മക്കറിയാലോ. അതിനെ പറഞ്ഞ് മനസ്സിലാക്കാനല്ലോ മാഷിനെ വിളിച്ച് വർത്തിച്ചത്. മാഷ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട്, ഇവരെ കഴിഞ്ഞ വർഷം തോപ്പിച്ച് കളയാനുള്ള കാര്യമുണ്ട്. ആ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അതായത് ഇവനൊരു അക്ഷരം പഠിക്കില്ല. അത് ഞാനൊരു ചോദ്യം ചോദിച്ചു. 2 പഴം, അതിലൊരു പഴം ഞാൻ തിന്നു. ബാക്കി എത്ര പഴം ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഇവൻ പറഞ്ഞില്ല. 2 പഴം അതിന്ന് പറഞ്ഞ മാഷ് തിന്നു. ബാക്കി എത്ര ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഇവൻ പറഞ്ഞില്ല. ഒരു പഴത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ട് എന്റെ ഒരു കൊല്ലം കാട്ടിക്കളഞ്ഞതല്ലേ? ഹലോ, ഒരു കാര്യം ഞാൻ ചോദിച്ചത്, ഒരു പയത്തിന് വേണ്ടിട്ടാണ് നമ്മുടെ മോന്റെ ഒരു കൊല്ലം കഴിഞ്ഞത്. എന്റെ മാഷ നിങ്ങളൊന്നും മിണ്ടിയാലേ ഒരു 2 കൊല്ലം പയം നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചാലേ. ആരോടാണ് ഞാൻ ഈ പറഞ്ഞത്? കെമിസ്ട്രിക്ക് 3, ഫിസിക്സിന് 4, ബയോളജി 5. കെമിസ്ട്രി, ഫിസിക്സ്, റോബർട്ട് അവരുടെ മാർക്കൊന്നും ഞമ്മക്ക് കേൾക്കണ്ട. ഇവന്റെ മാർക്ക് വരാം. ഞാൻ വേറൊരു കാര്യം പറ. ഇവനെ തിരിച്ചെടുക്കണമെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ഉത്തരം പറഞ്ഞാൽ ഇവനെ അടുത്ത വർഷം തിരിച്ചെടുക്കണം. അതായത് ഒരു ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞാൽ തിരിച്ചെടുക്കും, ജയിപ്പിക്കും. ഓക്കെ. എടാ മോനെ ശ്രദ്ധിച്ചിരുന്നോണ്ട് എന്റെ ഭാവിയുടെ പ്രശ്നമാണ്. ശ്രദ്ധിച്ചിരിക്കണം. 20 തേങ്ങ എന്റെ കയ്യിലുണ്ട്. 20 തേങ്ങ മാഷിന്റെ കയ്യിൽ. ഞാൻ അതൊരു ചാക്കിലാക്കി അടിച്ചു കളിക്കാർ വന്നു കഴിഞ്ഞപ്പോ ഒരു 5 തേങ്ങ ഞാൻ അങ്ങോട്ട് കൊടുത്തു. അടിച്ചു കളിക്കാരി അവിടെ അടിക്കാൻ വരുന്ന അവക്കാർ 5 തേങ്ങ കൊടുത്തു. സുകുമാരിക്ക്. തെക്കേല സുമതിക്ക് ഒരു 5 തേങ്ങ ഞാൻ കൊടുത്തു. ഗോമതിക്ക്, വടക്കേല ഗോമതിക്ക് ഒരു 5 തേങ്ങ ഞാൻ കൊടുത്തു. ഞാൻ ചമ്മന്തി അരക്കാൻ വേണ്ടി ഒരു 3 തേങ്ങ എടുത്തു. 3 തേങ്ങ മാഷ് കൊടുത്തു. ബാക്കി എത്ര തേങ്ങ? മോനെ പറയടാ, മോനെ ശുക്കൂരെ പറയടാ. മൊത്തം 20 തേങ്ങ, 5 മാസത്തിൽ സുമതി, പിന്നെ ചമ്മന്തി അരക്കാൻ 3, ബാക്കി പറയടാ. ബാക്കി എത്ര തേങ്ങ? 63. എന്റെ പഠിച്ചോനെ, ഇതാണ് ഇവന്റെ പഠിപ്പ്. ഇത് ബാക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, ബാക്കി എന്ന് പറഞ്ഞാൽ അല്ല, നമ്മളൊരു കാര്യം ചോദിച്ചു. സത്യത്തിൽ ഇത് ആരുടെയാണ് ഈ തേങ്ങ? എന്റെ തേങ്ങ. മാഷിന്റെ തേങ്ങ. എന്റെ തേങ്ങ. മാഷ് ചാക്കിൽ നടത്തി, ഞാൻ ചാക്കിലാക്കി ആക്കി. എന്നിട്ട് കണ്ട ചുമതിക്കും ബാസന്തിക്കും ഉപ്പാവ് ഉണ്ടാക്കണം അവർക്കൊക്കെ കൊടുത്തിട്ട് നമ്മുടെ മോന്റെ അടുത്ത് കണക്ക് വെക്കാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അല്ല, മാഷോടാ ചോദിക്കണ ചോദ്യത്തിൽ ഉത്തരം പറ. എന്ത് കാര്യം നമ്മുടെ മോളോട് വന്ന് ചോദിക്കുന്നത്? ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പോയേ കൈ മേടിക്കാതെ പോ. ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? ഞാൻ പറയട്ടെ, ഈ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ പിള്ളേര് അടിപൊളി പാട്ടൊക്കെ പാടി സ്കൂൾ ദിവസത്തൊക്കെ സമ്മാനം മേടിക്കണേ. മോനും അങ്ങനെ പാടി സമ്മാനം മേടിക്കേ. എനിക്ക് പാട്ട് പഠിക്കണമെന്ന്. പാട്ട് പഠിക്കണം. പാട്ട് നമ്മൾ പഠിപ്പിക്കൂല. ഏത് പാട്ടാ പഠിക്കണ്ടത്? പാപ്പച്ചിയാ ഉറക്കത്തിലൊരു മൂളിപ്പാട്ട് പാടി ഒറ്റക്കാരൻ കൊണ്ട് 10 കൊല്ലം മുമ്പ് എന്റെ ഉമ്മച്ചി നാട് വിട്ടു പോയതാ. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എനിക്ക് കഴിവുള്ള ഒരാളെ കൊണ്ട് പാട്ട് പഠിപ്പിച്ച് തന്നെ. എടാ മോനെ, നീ ഒന്ന് കഴിവുള്ള ആളെന്ന് വെച്ചാൽ നമ്മളവിടെ പോയി ആരായാലും വേണ്ടില്ല. ശബരിമല ഇപ്പൊ ഈ റൂട്ടിലാക്കിയ ശബരിമലക്ക് പോണ ആൾക്കാർ അതാണ് നമ്മൾ ചോദിക്കുന്നത്. ആരാണ് ഈ ശബരിമലക്ക്? അപ്പൊ മോനെ ഇവിടെ വാ. ഇങ്ങോട്ടാണ് വരുന്നത്. പൊന്നു പമ്പയിൽ പ്രണയദീപമായി വന്നുദിച്ചരൻ ഗണപതി, ഗണേശ ഗജമുഖ ഗണപതിയെ. പൊന്നു പമ്പയിൽ പ്രണയദീപമായി വന്നുദിച്ചരൻ ഗണപതിയെ, ഗംഗാധരസുത ഗണപതിയെ, ഗണേശ ഗജമുഖ ഗണപതിയെ. മാന്യ പ്രേക്ഷകർക്ക് ശബരിമലയിലേക്ക് ശരികമയിലേക്ക് ഹാർദമായി സ്വാഗതം. എല്ലാവരും ഉണ്ടല്ലേ? നമ്മുടെ മോനൊരു പാട്ട് പഠിപ്പിക്കുന്ന ആളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്
എത്തിയത് വളരെ സന്തോഷം. ഞാൻ ഇപ്പൊ പാട്ട് പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ മതി. അപ്പോ വന്ന സ്ഥിതിക്ക് നമുക്കൊരു പാട്ടിലൂടെ തന്നെ തുടങ്ങാം. ഓക്കെ. തത്തകളെത്തി തത്തും കല്യാണം, ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം. തത്തകളെത്തി തത്തും കല്യാണം. ഈ പാട്ടിൽ എത്ര തത്തയുണ്ട്? ഫസ്റ്റ് ആയിട്ടുണ്ട്. വാപ്പച്ചിക്ക് എത്ര ഇത്തിണ്ടെന്ന് തന്നെ വാപ്പച്ചിക്ക് അറിയാൻ പാടില്ല, പിന്നെ എത്ര വാപ്പച്ചിക്ക് പറ്റിയ മോനാണല്ലോ അല്ലേ. ഓക്കെ ഇക്ക നന്നായിട്ട് പാട്ട് പാടുന്നു കേട്ടോ. ഒരു പാട്ടിലൂടെ തന്നെ തുടങ്ങും. ഒരു പാട്ട് നമ്മൾ പാടി. ഏതാണ്? അക്ഷര നക്ഷത്രം. ഓക്കെ കേട്ടോ. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കജ്ജിലേന്തി. കജ്ജിലല്ല, കയ്യിലേന്തി. കജ്ജിലേന്തി കയ്യിലേന്തി അതിലേന്തി അക്കിയിൽ പുടം ചെയ്തെടുത്ത മനസാം ശംഖുമോദി. അയ്യോ ശംഖല്ല, ശംഖുമോദി. ശംഖുമോദി ശംഖുമോദി അതുമോദി. ഇത്തിരി വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട്. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻസ് തരാം. കുഞ്ചൻ നമ്പ്യാർ, തുഞ്ചത്തെഴുത്തച്ഛൻ, വള്ളത്തോൾ. ഈ 3 ഉത്തരങ്ങളിൽ തെറ്റാണ്. പിന്നെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ഉപജ്ഞാനം എന്ന് വെച്ചാൽ നമ്മ ചാനലിൽ കാണുന്ന ഒരാളാണ്. ആരാണ്? റിമി ടോമി. വളരെ കറക്റ്റ് ആൻസർ ആണ്. റിമി ടോമിയാണ് കറക്റ്റ് ആൻസർ. ഇക്കയ്ക്ക് 15,000 രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. 15,000 ആക്കാൻ പറ്റുമോ? എന്നാ ഒരു 50,000 ആക്കാൻ പോരെ? ഓക്കെ. ഇക്ക ജോലി എന്താണ്? ജോലി എന്ന് വെച്ചാൽ നമ്മൾക്ക് പലചരക്ക് കട. പലചരക്ക്. അപ്പൊ അരി, മുളക്, പഞ്ചസാര എല്ലാം ഉണ്ടാവുമല്ലോ കടയിൽ? അരി, മുളകും പഞ്ചസാര ഒന്നുമല്ല. ചാണ്ട്, പൊട്ട്, സിന്ദൂരം, വള, മാല, കമ്പലി. അയ്യോ, ഇതൊക്കെ ഒരു ലേഡീസ് ഐറ്റംസ് അല്ലേ? അതല്ലേ പറഞ്ഞത് വാപ്പച്ചി, പല പല ചരക്കുകൾ വന്ന് മേടിച്ചു പോണ സാധനങ്ങളുടെ ബിസിനസ് ആണ്. അതാണ് നമ്മൾ പലചരക്ക്. ഇതിനു മുമ്പ് നമ്മൾ പട്ടാളത്തിലായിരുന്നു. ഉദ്യോഗസ്ഥൻ എന്താ? എന്ത് ഉദ്യോഗസ്ഥനായിരുന്നു? ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അനുവാദം ഇല്ലാതെ ഒരുത്തനും നമ്മുടെ മുമ്പിൽ തല പൊക്കില്ല, പൊക്കാൻ അനുവദിക്കില്ല. അത്ര വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. അല്ല, തല പൊക്കി കഴിഞ്ഞാൽ കത്രികപ്പാട് വീഴും. കത്രികപ്പാടോ? എന്താ? അവിടെ ആൾക്കാരുടെ മുടി വെട്ടണ പണിയല്ലായിരുന്നു. ഏതായാലും വളരെ നന്നായി. ഏതായാലും നമുക്ക് അടുത്ത AR റഹ്മാന്റെ ഒരു ഒട്ടകത്തെ നമ്മൾ പാടും. നമ്മുടെ ഫേവറേറ്റ് സോങ് ആണ് ഒട്ടകത്തെ. ഒട്ടകം. ഓക്കെ, മ്യൂസിക്. ഒട്ടകങ്ങൾ ബരി ബരി ബരിയായി കരക്ക മരങ്ങൾ. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒട്ടകമല്ല, തമിഴിലെ ഒട്ടകമാണ്. ആ തമിഴിലായാലും മലയാളത്തിലെ ഒട്ടോട്ടം തന്നെയല്ലേ? എന്റെ പേരെന്താണ്? എന്റെ പേര് ചിരിക്കുട്ട. തമിഴിൽ എന്താണ്? അല്ല, എന്ത് പാടലും ഇങ്ങനെ മാപ്പിളപ്പാട്ടായി പോകുന്ന കാര്യം? അങ്ങനെ ചോദിക്കും. നമ്മുടെ മാപ്പിളപ്പാട്ട് വെച്ചാണ് ഇപ്പൊ പള്ളിക്കൂടം വാതിൽ കണക്ക് പഠിപ്പിക്കുന്നത്. മാപ്പിളപ്പാട്ട് വെച്ച് ഇല്ല. 1 1 2 2 1 3 3 3 6 ഫാത്തിമ. എന്നിട്ട് നമ്മുടെ ഫാത്തിമ പഠിച്ചില്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെവിക്ക് പിടിച്ചിട്ട് ഫാത്തിമ. ഏതായാലും മാപ്പിളപ്പാട്ട് അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിങ്ങനെ ഒരുപാട് ചിരിക്കുന്നുണ്ട്. ചിരിക്കുട്ടാന്ന് വിളിക്കും. അന്റെ ചിരി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട് ഓർമ്മ. ഗൃഹാതുരത്വം ഉണർത്തുന്ന ചിരിയായതുകൊണ്ടാണ്. ഗൃഹാതുരത്വവും മണ്ണാങ്കട്ടയൊന്നുമല്ല, നമുക്ക് കോഴിക്കച്ചവടം ഉണ്ടായി. കോഴി ഞാൻ തമ്മിൽ എന്താ ബന്ധമുണ്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പടക്കോഴി മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ഒരു കൂകലുണ്ട്. ശരിയല്ലടാ? മാറിക്കാമോ? എന്താ മുട്ടയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി. ഓക്കെ. ഈ TV കാണാറുണ്ടോ? TV കാണാറുണ്ട്. സിനിമ കാണാറുണ്ട്. ഈ സിനിമാ തിയേറ്ററും ടിവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിനിമാ തിയേറ്ററും ടിവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒറ്റ വ്യത്യാസം എന്താണ്? സിനിമാ തിയേറ്ററിൽ മൂത്രപ്പരയുണ്ട്, ടിവിയിൽ മൂത്രപ്പരി ഇല്ല. വളരെ കറക്റ്റ് ആൻസർ ആണ്. ഞാൻ വേറൊരു പാട്ട് പാടാം, അതിന്റെ ഉത്തരം മിക്ക പറയണം. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. അല്ലിയാമ്പൽ കടവിൽ അന്ന് എവിടം വരെ ആയിരുന്നു വെള്ളം? ഞാൻ പറയാം വാപ്പച്ചി. ഓപ്ഷൻ ഞാൻ തരാം. അര വരെ,
മുട്ട് വരെ തലക്ക് മുകളിൽ. ഞാൻ പറയട്ടെ, ആ, പറഞ്ഞു. ശ്രദ്ധിച്ചു പറയണം. ഞാൻ പറയാം. ആ, പറഞ്ഞു. ഈ 3 ഉത്തരവ് ശരിയാണ്. എങ്ങനെയാടാ പിശാച്? വാപ്പച്ചി ആ. ഈ അല്ലിയാമ്പൽ കടവിലുണ്ടല്ലോ, ആ. വാപ്പച്ചി ചെന്ന് നിക്കണെങ്കിൽ ആ. അര വരെ വെള്ളം ഉണ്ടാവും. വളരെ കറക്റ്റ് ആണ്, വളരെ കറക്റ്റ്. വാപ്പച്ചിയുടെ സ്ഥാനത്ത് അമിതാഭ് ബച്ചൻ ചെന്ന് നിൽക്കുകയാണെങ്കിൽ മുട്ട് വരെ വെള്ളം ഉണ്ടാവും. ചോനെ ശരിയാണത്. നിങ്ങളുടെ രണ്ടുപേരുടെ സ്ഥാനത്ത് നമ്മുടെ ഉണ്ടപ്പാക്കുറ നിൽക്കുകയാണെങ്കിൽ കഴുത്ത് വരെ വെള്ളം ഉണ്ടാവും. പൊന്നാര മനസ്സിലേക്ക് ഇത്ര ബുദ്ധിയുണ്ടെന്ന് നമ്മൾ വിചാരിച്ചു. വളരെ കറക്റ്റ് ആൻസർ ആണ്. ഇക്കടെ മോൻ ഭയങ്കര ബുദ്ധിയുള്ള ആളാണല്ലേ. മോൻ ബുദ്ധിയുള്ള ആളെന്ന് വെച്ചാൽ ഒരു സംശയമില്ല. നമ്മുടെ പെമ്മക്കളുണ്ട്, പെമ്മക്കള് പെമ്മക്കള്. ഇവരൊക്കെ സ്പോർട്സിലൊക്കെയാണ് വലിയ ഉദ്യോഗങ്ങള്. ആണല്ലേ? ആ, എങ്ങനെയാ? അതായത് ഇവന്റെ നേരെയുള്ളത് ആ. ഒരുത്തിയുണ്ട്. ആ. അവള് ഹൈ ജമ്പിൽ ഫസ്റ്റ്. ഹൈ ജമ്പിൽ ഫസ്റ്റ് ആണ്. അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ. എന്റെ ഉമ്മച്ചി ഉണ്ടല്ലോ, ആ. ഉമ്മച്ചി ലോങ് ജമ്പിൽ ഫസ്റ്റ് ആർന്ന് ഓ, അപ്പൊ പാരമ്പര്യം അല്ലേ? പാരമ്പര്യമൊന്നുമില്ല. അമ്മ മതിലിയാടിയ മോള് വേലിയാടി. അത് തന്നെ സംഭവം. അതെ, എനിക്ക് ആ ദുശീലങ്ങൾ വല്ലതും ഉണ്ടോ? ദുശീലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് പാടും. പാട്ട് പാടുന്ന എപ്പോഴാന്നറിയാമോ? ആ. സിഗരറ്റ് വലിച്ചിട്ട് പുക ഇങ്ങനെ പോണ സമയത്ത് പാട്ട്. അല്ല, സിഗരറ്റ് വലിക്കുന്നത് വെറുതെ അല്ലട്ടാ, ആ. 2 വിട്ട് കഴിയുമ്പോഴാണ് സിഗരറ്റ് അപ്പൊ വലിക്കുന്നത്. മദ്യപാനം സിഗരറ്റ് അതൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ പെൺ വിഷയത്തില് ആ. നമ്മളെ പോലെ ഡീസന്റ് ഈ പരിസരത്തില്ല. വേണമെങ്കിൽ ആൾക്കാരോട് ചോദിക്കാം. ആണല്ലേ? ആ. ഡീസന്റ് ആണ്. ഡീസന്റ് എന്ന് പറഞ്ഞാൽ പെണ്ണെന്ന് പറഞ്ഞാൽ അമ്മയായിട്ടാണ് കാണുന്നത്. ആ. സ്ത്രീ ഭൂമി ദേവിയാണ്. ആണോ? കേട്ടില്ലേ? ശ്രീ ധന്മൻ പുണ്യ ജന്മം. അറിയാം. ഇക്കടെ വൈഫിന്റെ പേരെന്താ? വൈഫിന്റെ ഏത് എത്രാമത്തെ വൈഫിന്റെ ഏ? ഏതാ ഉദ്ദേശിച്ചത്? നീ 6ാമത്തെയാണ് 7ാമത്തെയാണ്? ഏ? അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഒന്ന് കിട്ടുന്ന മൊഴയല്യ വൈഫിന്റെ ആണ് ഏ? ഐഷ. അതാണെങ്കിൽ ഐഷ. അപ്പച്ചി, ആ. എന്റെ ഉമ്മച്ചിയുടെ പേരെന്താന്നറിയോ? നിന്റെ ഉമ്മച്ചിയുടെ പേരെന്ന് പറഞ്ഞപ്പോ ബിയാത്തു. ഇവിടെ മറുകളുള്ള ബിയാത്തു. വാക്കത്തിക്കാൻ വെട്ടി കൊല്ലും ഞാൻ. ആ. ഫാത്തിമ. ഫാത്തിമയുടെ മോനാണോ നീ? ആ. നമ്മള് മറന്നുപോയതാ. നീ അവിടെ വളർന്നു പോയി. ഏതായാലും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാണും. ഇക്ക, ഞാനൊരു കീർത്തനം പാടാം. ആ, കീർത്തനം, കീർത്തനം. ഓക്കെ, ഒരു കീർത്തനം പാടാം. നാദരൂപിണി നാദരൂപിണി ശങ്കരി പാഹിമ പാഹിമം ശ്രുതി മധുരധര നാദരൂപിണി ശങ്കരി എന്റെ പഠിച്ചോനെ കൊയ്യോ. ആയുധം കൊടുത്തോ? ഈ താക്കോല് തന്ന നന്നായി. അല്ല, ഞാൻ പ്ലാൻസ് ഇട്ട് മരിച്ചു. തോന്നി മോനെ. ഇക്ക, ഇതേത് രാഗമാണ്? മോൻ ഇതൊരു രാഗോല് ഇതരം രോഗമാണ്. നമ്മുടെ നാട്ടിൽ ചൊയലി എന്ന് പറയാറുണ്ട്. കീർത്തനമൊക്കെ നമ്മൾ പാടി കേൾപ്പിച്ചാൽ അജുവനെ കേട്ട് മനസ്സിലാക്കി. ഓക്കെ, മധുമൊഴി രാധേ അന്നെ തേടി. വാ 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 വാ. പോരട്ടെ പോരട്ടെ. 6 താളവിട്ടുണ്ട്. പോന്നോട്ടെ. തേടി 6 ഉണ്ട്. പോരട്ടെ. അപ്പച്ചി, വെറുതെ ഈ പാടില്ലാത്ത പണിക്ക് പോകാൻ കാര്യമുണ്ടോ? ആശാനെ, വെറുതെ ചിരിക്കാൻ നിൽക്കരുത്. എന്റെ വാപ്പ മയ്യത്താവുമ്പോൾ ഞാൻ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ സോറി, ഞാൻ അറിയാണ്ട് ചിരിച്ചു പോയതാ. ചിരിച്ചാലും മരിക്കും, ചിരിച്ചില്ലെങ്കിലും മരിക്കും. എന്നാ പിന്നെ ചിരിച്ച് മരിച്ചൂടെ?